ശ്രീപത്മനാഭ നാരായണ പത്മ വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ഗുരു പരമ്പരയിലൂടെ എങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം നമ്മളിലേക്ക് എത്തിയത് എന്നുള്ള വരികളാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നിടത്ത് ആദ്യമായി ഒരു വരി വരികയാണ്. ശ്രീ വൈശമ്പായന ഉവാച. ഉവാച എന്നാൽ പറഞ്ഞു, പറയുന്നു. ആരോ ഇവിടെ നറേറ്ററായിട്ട് മാറുന്നു, എന്തോ ഒരു കാര്യം പറയുന്നു. ആരാണ്? വൈശമ്പായനൻ, അതായത് വേദവ്യാസാചാര്യന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ. ആ വൈശമ്പായന ഋഷി ഇവിടെ നറേറ്ററായി മാറുന്നു. മഹാഭാരതത്തിൽ വിഷ്ണു സഹസ്രനാമത്തിൽ കൃത്യമായുള്ള ഒരു ഗുരു പരമ്പര എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എന്തിലൂടെയാണ് എത്തിക്കുന്നത്? അതാണ് വരി. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനിച സർവശഃ. വൈശമ്പായന ഋഷി ചോദിക്കുകയാണ്. ശ്രുത്വാ ധർമാനശേഷേണ. ശ്രുത്വാ, ശ്രുതി, ശ്രുതിയും സ്മൃതിയുമാണ് നമുക്കുള്ളത് എന്നറിയാം. ഇവിടെ ശ്രുതിയിലൂടെ, ശ്രുതി എന്നാൽ കേൾക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, അതിൽ അന്തർലീനമായ ഒരു ഫൗണ്ടേഷനായിട്ടൊരു ഈണം, ഒരു താളം, ഒരു ലയം, ഒരു കൂടിച്ചേരലുണ്ട്, സംഗീതാത്മകതയുണ്ട് ശ്രുതിയിൽ. അതിനർത്ഥം പാടണം എന്നുള്ളതല്ല, എന്നാൽ അതിന് ശ്രുതി ചേരലുണ്ട്. അതായത് എന്തോ ഒരു കാര്യത്തിൽ കൂടിച്ചേർന്നാണ് വരുന്നത്. ശ്രുതി എന്നാൽ വെറും കേൾവി അല്ല. അപ്പോൾ ശ്രുത്വാ, ശ്രുത്വാ എന്താണ് കേൾക്കുന്നത്? ധർമാൻ അശേഷേണ, എല്ലാത്തരം ധർമ്മങ്ങളും, അതായത് ഇനി ഒരു ധർമ്മവും കേൾക്കാനായിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളെക്കുറിച്ചും ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചും കേട്ട് കഴിഞ്ഞു. പാവനാനീച സർവശഃ. പാവനാനി, ശ്രുതി പാവനാനി രണ്ടും ചേർന്ന് പോകുന്ന വാക്കുകളാണ്. ശ്രുതി എന്നാൽ പറയുന്നു, എയർ ആണ്, ത്രൂ എയർ. അപ്പോൾ പാവനാനിച, അവിടെ ശുദ്ധം എന്നുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാമായിരുന്നു, പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പവനൻ എന്നാൽ കാറ്റ് എന്നുകൂടിയാണ്. അപ്പോൾ അതിഗൂഢമായ രഹസ്യത്തെ ശ്രദ്ധയിലൂടെ, ഭക്തിയിലൂടെ, ശ്രുതിയിലൂടെ പാവനാനീച, പാവനമായ ആ രഹസ്യത്തെ, ബ്രത്ത് ഓഫ് ലൈഫ്, അതാണ് പാവനാനീച സർവശഃ, സകല ധർമ്മങ്ങളെയും ശ്രുതിയിലൂടെ കേട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ആരാണ്? യുധിഷ്ഠിരഃ. യുധിഷ്ഠിരൻ സകല പാവനമായ ധർമ്മങ്ങളെയും കേട്ട് മനസ്സിലാക്കി ധർമ്മത്തിൽ അധിഷ്ഠിച്ച് ജീവിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള യുധിഷ്ഠിരൻ ശാന്തനവം പുനരേവാഭ്യഭാഷത. ശാന്തനവം എന്നാൽ ശന്തനുവിന്റെ പുത്രനായവനെ, അതായത് ഭീഷ്മാചാര്യരോടാണ് ശ്രീ വൈശമ്പായന ഋഷി ചോദിക്കുന്നത്. കാരണം വിഷ്ണു സഹസ്രനാമം ആരുടെ സ്തുതിയായിട്ടാണ് പറയുന്നത്? ഭീഷ്മസ്തുതിയാണ്. ആ ഭീഷ്മാചാര്യരോട് വൈശമ്പായന ഋഷി ചോദിക്കുകയാണ്, യുധിഷ്ഠിരൻ ഈ ഭൂമിയിലും എല്ലാ തരത്തിലുമുള്ള ധർമ്മങ്ങളെയും ശ്രുതിയിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. പാവനാനിച്ച്, അത്രയ്ക്ക് ശുദ്ധമായ ബ്രത്ത് ഓഫ് ലൈഫ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താണ് ധർമ്മം അവശേഷിക്കുന്നത് ഈ യുധിഷ്ഠിരന് മനസ്സിലാക്കുവാൻ? ശന്തനുവിന്റെ പുത്രനായവനെ പറഞ്ഞു തരൂ. ശാന്തനവം എന്താണ്? കിങ് ശന്തനു എന്നാണ് പറയുന്നത്. അതായത് ശന്തനു മഹാരാജാവിന്റെയും മാ ഗംഗാദേവിയുടെയും പുത്രനായിട്ടാണ് ഭീഷ്മാചാര്യർ അവതരിച്ചിരിക്കുന്നത്. ശരിക്കുള്ള പേര് ദേവവ്രതൻ എന്നാണ്. ഭീഷ്മർ എന്ന പേര് ലഭിക്കാൻ കാരണം അദ്ദേഹം പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ്, ഭീഷ്മ പ്രതിജ്ഞ. അതാണ് ഭീഷ്മർ എന്ന പേര് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശന്തനുവിന്റെ പുത്രനായ ഭീഷ്മാചാര്യരോട് ചോദിക്കുകയാണ്, ഇനി പുനരേവാഭ്യഭാഷത, എന്താണ് ഇനി ധർമ്മം ബാക്കിയുള്ളത് യുധിഷ്ഠിരന് മനസ്സിലാക്കുവാൻ? പറഞ്ഞു തരൂ ഭീഷ്മാചാര്യരെ എന്ന് ശരശയിൽ കിടക്കുന്ന ആ ഭീഷ്മാചാര്യരോട് ചോദിക്കുന്നതായിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഗുരുപരമ്പരകളെ കുറിച്ചും പറയുന്നു. ഭീഷ്മർ എന്ന അഭീഷ്മ പിതാമഹന്റെ ഒഴുക്ക്, ഗംഗാദേവിയിൽ നിന്നും ശന്തനു മഹാരാജാവിൽ നിന്നും ഉള്ള പരമ്പരകളെ കുറിച്ചും പറയുന്നു. അപ്പൊ ഈ പരമ്പര എന്നുദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഒരു കൂടിച്ചേരൽ, അതായത് തുടർച്ചയുണ്ട്, ഇത് അറ്റുപോകില്ല, സനാതനമാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. അതാണ് വരികൾ.
ശ്രീവൈശമ്പായന ഉവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവാഭ്യഭാഷത. ശ്രീപത്മനാഭ നാരായണ. ശാന്തി ശാന്തി ശാന്തി. പത്മ.